നമുക്ക് ഫോട്ടോ എടുക്കാം. പാ ഫോട്ടോഷൂട്ടിന് പാ. പോ. ഓക്കെ. അമ്മ ഉടുപ്പിട്ടാ മതിയോ? വേണ്ടേ? വേറെ ഇടണോ? ഓക്കെ. അങ്ങനെ നമ്മുടെ ദശിബയുടെ മൂന്നാമത്തെ ബെഡ് പ്രമാണിച്ച് നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് നമ്മൾ വീഡിയോ എടുത്താൽ മാത്രം പോരല്ല, അതിൻ്റെ എഡിറ്റും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻഗേജ് ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഫോർട്ട് കൊച്ചിയിലായിരുന്നു നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയത്. അപ്പോൾ അങ്ങനെ അവനെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡിയായിട്ട് പോകുന്ന കാഴ്ചകളത് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് നടത്താൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് ഈ NIVSന്റെ ബേസ് ചെയ്തിട്ട് എല്ലാ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ ഇത് എന്നാണോ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് എല്ലാ സ്റ്റുഡൻസുമായിട്ടും നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ളത്, അതായത് ഞാൻ എന്നാണോ NIVSന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ നമ്മുടെ ഇവിടെ പഠിച്ചൊരു കുട്ടിയാണ്. അവനാണ് എപ്പോഴും എൻ്റെ കല്യാണം മുതൽ എല്ലാ കാര്യങ്ങളുടെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് നടത്തി. ഇന്നിപ്പോൾ കുഞ്ഞുണ്ടായ സമയത്തൊക്കെ ആണെങ്കിലും അവൻ്റെ ഓരോ പരിപാടിക്കും നമ്മുടെ ഇവിടെ പഠിച്ചൊരു കുട്ടി തന്നെയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ അവനെ ഞങ്ങൾ വിളിച്ചു വരുത്തി. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവനെയും അതുപോലെ തന്നെ നീഞ്ചേട്ടനെയും വിളിക്കുന്നുണ്ട്. ഇടയ്ക്ക് നോക്കിയിട്ട് ഒരു ഹായ് ഒക്കെ പറയുക എന്നുള്ള രീതിയിലൊക്കെ അവരോട് പറയുന്നുണ്ട്, ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ലേറ്റായി പോയായിരുന്നു. കാരണം നീഞ്ചേട്ടൻ ഓഫീസിൽ നിന്ന് വരണം, കുഞ്ഞിനെ വിളിക്കണം, പിന്നെ ഞാൻ റെഡിയായിട്ട് ചെല്ലണം. അപ്പോൾ അങ്ങനെ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുക. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനെ കുറച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ആ ഒരു ഈവനിങ് ടൈമിലുണ്ടായിരുന്ന ഫോട്ടോ കൊച്ചിയിലെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ആളുകളാണ് ആ ഒരു ടൈമിലാണെങ്കിലും ഈ ഒരു പ്രദേശത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സവാരി നടത്തുക. കാരണം നല്ല രസമാണല്ലോ. വെറുതെ ഒന്നും വാങ്ങാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വെറുതെ നമ്മുടെ ഒരു മൈൻഡ് കൂളാക്കുന്ന ആ ഒരു നമുക്ക് മൈൻഡ് ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ അവിടെ പോയി ഇരിക്കാം, സംസാരിക്കാം. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫൊക്കെ ആണെങ്കിൽ വെറുതെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് വെറുതെ നമുക്ക് അവിടെ പോയി ഒന്ന് ഇരുന്ന് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ചുമ്മാ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ കൂടെ നമുക്ക് വഴികളൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളാണ് വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് കുറേ സാധനങ്ങൾ വേണം വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദശബേബിക്ക് ചെറിയൊരു കുഞ്ഞു കാറ് വാങ്ങിച്ചു കൊടുത്തു. കാരണം ഞാനിങ്ങനെ കളിപ്പാട്ട് അധികം വാങ്ങിച്ചു കൊടുക്കില്ല. കാരണം ഇഷ്ടംപോലെ കളിപ്പാട്ട് അവനിവിടെ ഉണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, അവൻ വെറുതെ നശിപ്പിക്കും. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നെഞ്ചിട്ട് അതിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്, ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യം, അങ്ങനെയൊക്കെയുള്ള കുറേ കഥകളൊക്കെ എനിക്ക് ആ ഒരു ഏരിയയിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേനും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടിട്ട് ഓക്കെ അതങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ വഴിയോരത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കി വെറുതെ അങ്ങ് പോയി. കാരണം വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കടയുമായിട്ടേ പോരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. ഇതൊക്കെ ഞാനൊരു വീഡിയോയ്ക്ക് ചുമ്മാ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ വെറുതെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഞാൻ ഫോട്ടോഷൂട്ടല്ല ഉദ്ദേശിച്ച് അവനായതുകൊണ്ട് പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വെറുതെ ചുമ്മാ അഡീഷണലായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് വെറുതെ എടുത്തു തരാം. അത് നമ്മൾ ഇവൻ്റെ റീൽസാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ റീൽസായിട്ടാണ് എടുത്തത്, അവൻ്റെ വീഡിയോ ആയിട്ടുള്ള രീതിയിലാണ് എടുത്തത്. ഷോർട്ട് റീൽസായിട്ട് ചെയ്തു. അതിനുശേഷം തിരിച്ചു പോരുവാണ്. പിന്നെ അവൻ നമുക്ക് പരിചയമുള്ള, ഞാൻ പറഞ്ഞല്ലോ പണ്ട് തൊട്ടേ നമ്മുടെ ഇവിടെ പഠിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് അറിയാം, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ എടുത്തു തരും, റീൽസ് കൂടാതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം എനിക്ക് കിട്ടാറുണ്ട്. അവനെക്കൊണ്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇങ്ങനെയുള്ള കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് എന്നുള്ള ആ ഒരു രീതിയിലല്ല നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കണേ. കാരണം എല്ലാവരും തമ്മിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ബോണ്ട് ചെയ്ത് അങ്ങനെ ഒരു രീതി പോകുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഭാഗത്തും എനിക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നെയ്ഞ്ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വായി നോക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കുട്ടിയായി വിട്ടും പിന്നെ നല്ല രീതിയിൽ വായി നോക്കുകയാണ്. പക്ഷെ 10-30 വയസ്സുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഒരു ടൈം മാനേജ്മെൻറ്റിൽ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നമുക്ക് നടത്താം എന്നുള്ളതൊരു മനസ്സിൽ എൻ്റെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ നടത്തുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം നമ്മുടെ NIVSൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഇനി വീട്ടിൽ ചെന്നിട്ട് എടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പോകുന്ന സമയത്താണെങ്കിലും ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ ഉണ്ട്. ഇന്ന സമയത്തിനുള്ളിൽ വീട്ടിൽ ചെല്ലണം എന്നുള്ളതും അതിനുശേഷം നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ്സസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനോടും എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്കൊന്നും ഒഴിച്ചുകൂടാനാവാത്ത സംഭവങ്ങളൊക്കെ കാണുമല്ലേ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ്, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ദിശുബി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്.